എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സേതുലക്ഷ്മി ആകട്ടെ തരുണിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. നമുക്ക് വേദിയും കൂടി ഒപ്പം കൂട്ടിയാലോ? അത് എന്തിനാണെന്നാണ് തരുൺ ചോദിക്കുന്നത്. മറുപടി സേതുലക്ഷ്മി, നമ്മളുടെ മോൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യം ഒരമ്മയുടെ സ്നേഹവും സമീപമാണ്. രാധികയിൽ നിന്ന് എന്തായാലും അങ്ങനെ ഒരു അനുഭവം നമ്മളുടെ മോക്കുണ്ടാവാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായില്ല. കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും കുഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നവരെങ്കിലും വേദയെ നമ്മോടൊപ്പം നിർത്തുന്നത് വേദയ്ക്കും ഒരു ആശ്വാസമാണ്, നമ്മൾക്കും അതൊരു അനുഗ്രഹമാണെന്നാണ് സേതുലക്ഷ്മി പറയുന്നത്. ആദ്യമൊന്നും തരുൺ ഇതിന് കൂട്ടുനിൽക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം തരുൺ അമ്മയോടെ പറയുന്നു, അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? അങ്ങനെ വേദയെ കൂട്ടാനായിട്ട് തരുൺ സമ്മതിക്കുന്നു. ഈ വിവരം ഐസുവിൻ്റെ അകത്ത് വന്ന് സേതുലക്ഷ്മി വേദയോടെ അറിയിക്കുന്നു. വേഗം തന്നെ റെഡിയാക്കൊള്ളാനായിട്ട് ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് റെഡിയായിക്കോ, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് സേതുലക്ഷ്മി അറിയിക്കുന്നത്. അങ്ങനെ ബാഗും മറ്റു സാധനങ്ങളും എടുത്ത് വേദയും കുഞ്ഞും സേതുലക്ഷ്മിയും കൂടി കാർ പാർക്കിൽ ചെല്ലുമ്പോഴത്തേന് തരുൺ വേദയുടെ കയ്യിലെ കുഞ്ഞിനെ തൻ്റെ കയ്യിലോട്ട് തരാനായിട്ട് ആവശ്യപ്പെടുന്നു. തരുണിൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റം വേദയിലാകെ വിഷമമുളവാക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടില് സേതുലക്ഷ്മി തന്നെ കുഞ്ഞിനെ കൈമാറി വേദയുടെ കയ്യിൽ നിന്ന് തരുണിനായി കൊടുക്കുന്നു. വീട്ടിലെത്തിയപാടെ തരുൺ കാറിൽ നിന്നിറങ്ങി മോളുമായി അകത്തേക്ക് പോകുന്നു. എന്നാൽ വേദയാകട്ടെ ഇതൊക്കെ കണ്ടിട്ടും പ്രത്യേകിച്ച് തടയാനൊന്നും തയ്യാറാകുന്നില്ല. വേദയ്ക്കായി ഒരുക്കിയിട്ടുള്ള റൂം സേതുലക്ഷ്മി കാണിച്ചു കൊടുത്തിട്ട് വേദ ഇപ്പോൾ സേതുലക്ഷ്മിയുടെ ഒന്ന് ചോദിക്കുന്നു, അമ്മേ മോളെന്തേ, എവിടെയാ അവള്? മറുപടി സേതുലക്ഷ്മി, മോളിവിടെ ഇരുന്നോ, ഞാൻ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അങ്ങനെ സേതുലക്ഷ്മി കുഞ്ഞിനെ കൊണ്ട് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. വേദയാകട്ടെ കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ തരുൺ റൂമിന് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നു. സേതുലക്ഷ്മി പുറത്തിറങ്ങിയ പാടെ തരുൺ സേതുലക്ഷ്മിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, അമ്മേ കുഞ്ഞെന്തേ? മറുപടി സേതുലക്ഷ്മി, കുഞ്ഞ് വേദയുടെ കൂടെ കിടന്നുറങ്ങുക, ഇപ്പം പോയി എടുത്തു കഴിഞ്ഞാൽ അവൾ ഉണരും, മോനെന്തായാലും ഇങ്ങ് പോരെന്ന് പറഞ്ഞ് തരുണിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. തരുണാകട്ടെ അവിടെ നിന്ന് പോയിട്ട് നേരെ സ്വന്തം റൂമിൽ കുഞ്ഞിനായി കിടക്കാനൊരു തൊട്ടിലൊരുക്കുന്നു. തൊട്ടിലൊക്കെ കെട്ടി റെഡിയാക്കിയ ശേഷം വേദയുടെ റൂമിലേക്ക് കയറി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു. റൂമിൽ അന്നേരം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേദ ഇതൊന്നും ആദ്യം കാണുന്നില്ല. റൂമിൽ തൊട്ടിൽ കെട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് താൻ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണെന്നും വേദയെ കണ്ടുപാടെ തരുൺ വേദയോടെ അറിയിക്കുന്നു. ഇതൊന്നും വേദയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല. പലതവണ സത്യങ്ങൾ പറഞ്ഞാലോ എന്ന് വേദ ആലോചിക്കുന്നുമുണ്ട്. എന്നാൽ തൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷയോർത്ത് വേദ അതെല്ലാം ഇപ്പോൾ മറച്ചു വെക്കുകയാണ്. ഇതേ സമയം ജയിലിലാകട്ടെ വിക്രമിൻ്റെ സഹതടവുകാരനായിട്ടുള്ള രാഘവേട്ടൻ ഇന്ന് പുറത്തിറങ്ങുന്ന ദിവസമാണ്. പുതിയ ഡ്രസ്സെല്ലാം ധരിച്ച ശേഷം വിക്രമിനോടായി അയാൾ യാത്ര പറയാൻ വന്നിരിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ ഉറപ്പായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നാണ് രാഘവേട്ടൻ പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന വിക്രം, ഞാനിനി എന്ന് പുറത്തിറങ്ങാനായിട്ടാ? മറുപടിയെ രാഘവേട്ടൻ, എന്തായാലും ഹൈക്കോടതിയിൽ അപ്പീലിന് പോയിട്ടില്ലേ, അത് ഉറപ്പായും തന്നെ വിധിയാകുമെന്ന് രാഘവേട്ടൻ വിക്രമിനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ നീ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നും അയാൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതേസമയം തരുണിന്റെ വീട്ടിലാകട്ടെ എല്ലാവരും ചേർന്ന് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന തിരക്കിലാണ്. എന്നാൽ പെട്ടെന്നുള്ള തരുണിന്റെ വരവ് വേദയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കുഞ്ഞിനെ കുളിപ്പിച്ചുടൻ തന്നെ എന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നാൽ മതി, ഞാൻ ഉറക്കിക്കൊള്ളാമെന്നാണ് തരുൺ പറയുന്നത്. ഇതെല്ലാം ദേഷ്യത്തോടുകൂടി മാത്രമാണ് വേദ കേട്ടു നിൽക്കുന്നത്. കുഞ്ഞിനെ കുളിപ്പിച്ച പാടെ അവിടെയുള്ള മെയ്ഡിനോടായി തരുണിന്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. കുഞ്ഞിനെ കൊണ്ടുവന്ന ആളുടെ പിന്നാലെ വേദ പോകുന്നതുണ്ട് സേതുലക്ഷ്മി പിടിച്ചു നിർത്തുന്നു. കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കും, അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ കൂടുതൽ കുഴപ്പത്തിലേക്കല്ലേ പോകുന്നതെന്നാണ് വേദ ഇപ്പോൾ സേതുലക്ഷ്മിയുടെ പറയുന്നത്. അന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഒന്നും അറിയാത്ത അമ്മയുടെ മകനെ കൂടെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ ഈ ചെയ്യുന്നതെല്ലാം. അതല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുമ്പിൽ അന്നുമില്ല ഇന്നുമില്ലെന്നാണ് വേദ സേതുലക്ഷ്മി അറിയിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഒരിക്കൽ തരുണിനെ പറ്റിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയതെന്ന് തരുൺ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അത് അമ്മയുടെ മകന് താങ്ങാൻ കഴിയുമോ എന്നാണ് വേദ ചോദിക്കുന്നത്. സേതുലക്ഷ്മിയും അത് തന്നെ ശരിവെക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ അറിഞ്ഞഴിയുമ്പോൾ തരുണിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് സേതുലക്ഷ്മി ചോദിക്കുന്നത്. എന്തൊക്കെയായാലും ഇനിയും വൈകിച്ചുകൂടാ. പക്ഷേ ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ അറിയുന്നത് ശരിയാവത്തില്ല, മോള് തന്നെ നേരിട്ട് പറഞ്ഞാൽ മതി എന്നാണ് സേതുലക്ഷ്മി വേദയോടെ പറയുന്നത്. ഒരു പോലീസ് ഓഫീസറോട് എനിക്ക് സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് തെറ്റില്ലല്ലോ. അങ്ങനെ ഒരു രീതിക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തരുണിനോടെ അറിയിക്കാൻ പോവുകയാണെന്നാണ് വേദ പറയുന്നത്. അങ്ങനെ എല്ലാ സത്യങ്ങളും തരുണിനോടായി തുറന്നു പറയാൻ വേദ തീരുമാനിക്കുന്നു. എന്നിരുന്നാലും തരുണിന്റെ റൂമിൽ ചെന്ന് കണ്ട ചില കാഴ്ചകൾ കാരണം കാര്യങ്ങളൊന്നും ഇപ്പൊ പറയേണ്ടെന്ന് വേദ തീരുമാനിക്കുന്നു. തരുൺ ആ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടുകൂടി പരിചരിക്കുന്നതും അതിനെ പാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കുന്നതും കഥകൾ പറഞ്ഞു കൊടുക്കുന്നതുമെല്ലാം വേദയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തരുണാകട്ടെ വാതോരാതെ ആ കുഞ്ഞിനോടായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്ന വിധത്തില് തരുണിന്റെ നെഞ്ചിലെ കുഞ്ഞിന്റെ കാലടയാളം പച്ചകുത്തിയത് വരെ വേദയുടെ ശ്രദ്ധയിൽ അപ്പോഴാണ് പെടുന്നത്. താൻ വിചാരിച്ചതിലും കുഴപ്പത്തിലാണല്ലോ കാര്യങ്ങളെന്ന് വേദ അപ്പം മനസ്സിലാക്കുന്നു. ഇതൊക്കെയായാലും ഈ ഒരു സാഹചര്യത്തില് സത്യങ്ങളൊന്നും തന്നെ തരുണിനോട് തുറന്നു പറയാനായിട്ട് തനിക്കാവില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും തരുണിനോട് അറിയിക്കണമെന്ന് തീരുമാനിച്ച വേദ പക്ഷെ അത് വേണ്ടെന്ന് വെക്കുന്നു. ഒരുപക്ഷെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ
എങ്ങനെയായിരിക്കും തരുൺ പ്രതികരിക്കുക എന്നത് വേദിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. അങ്ങനെ എല്ലാ സങ്കടങ്ങളും തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വേദി അവിടെ നിന്ന് മടങ്ങുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.